നിയമസഭയിൽ അസാധാരണ രംഗങ്ങൾ. മുമ്പെങ്ങുമില്ലാത്ത വിധം ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ വലിയ ബഹളമുണ്ടായി. മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശത്തിൽ അടിയന്തര പ്രമേയ ചർച്ച 12 മണിക്ക് നടത്താൻ നേരത്തെ അനുമതി നൽകിയിരുന്നെങ്കിലും വൻ ബഹളമായതോടെ സഭ പിരിഞ്ഞു. ഇതോടെ അടിയന്തര പ്രമേയ ചർച്ചയും ഇന്ന് നടക്കില്ല. അതിരൂക്ഷ ഭാഷയിലാണ് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും സഭയിൽ നേർക്കുനേർ ആരോപണങ്ങൾ ഉന്നയിച്ചത്. പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയെ അഴിമതിക്കാരനെന്ന് വിളിച്ചു. മുഖ്യമന്ത്രിക്ക് ചുറ്റും അവതാരങ്ങളാണ്. ജനം എന്താണ് ചിന്തിക്കുന്നത് എന്ന് മുഖ്യമന്ത്രിക്ക് അറിയില്ല. അഴിമതിക്കെതിരായ പിണറായിയുടെ പരാമർശം ചെകുത്താൻ വേദമോതും പോലെയാണ് എന്നും വി.ഡി. സതീശൻ പറഞ്ഞു. പിന്നാലെ നിങ്ങൾക്ക് നിലവാരമില്ല എന്നും എന്നെ അഴിമതിക്കാരനാക്കാൻ നോക്കണ്ട എന്നും ജനം വിശ്വസിക്കില്ല എന്നും മുഖ്യമന്ത്രി മറുപടി നൽകി. സമൂഹത്തിന് മുന്നിൽ പിണറായി വിജയൻ ആരാണ് എന്നും സതീശൻ ആരാണ് എന്നും അറിയാം. പിണറായി വിജയൻ അഴിമതിക്കാരനാണെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല എന്നും മുഖ്യമന്ത്രിയും മറുപടി നൽകി. ഇതേ തുടർന്ന് പ്രതിഷേധിച്ചെത്തിയ പ്രതിപക്ഷാംഗങ്ങൾ സ്പീക്കർ കസേരയ്ക്ക് സമീപത്തേക്ക് ചാടിക്കയറി. സ്പീക്കറുടെ ഡയസിൽ ബാനർ കെട്ടി. ഡയസിൽ കയറി പ്രതിപക്ഷം പ്രതിഷേധിച്ചു. മാത്യു കുഴൽനാടൻ അടക്കമുള്ളവരെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പിടിച്ചുമാറ്റേണ്ടി വന്നു. പിന്നാലെ ഭരണപക്ഷം മുഖ്യമന്ത്രിക്ക് പിന്നിൽ അണിനിരന്നു. പ്രതിഷേധം കടുത്തതോടെ ഭരണനിരയും നടുത്തളത്തിൽ ഇറങ്ങി. മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന് പിന്നാലെ പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം നടക്കുന്നതിനിടെ സഭാ TV കട്ട് ചെയ്തു. പ്രതിഷേധ ദൃശ്യങ്ങൾ ഒഴിവാക്കി. തുടർന്ന് സഭാ നടപടികൾ വേഗത്തിലാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. സ്പീക്കർക്കെതിരെ നടുത്തളത്തിലിറങ്ങിയ പ്രതിഷേധിച്ച പ്രതിപക്ഷ അംഗങ്ങൾക്ക് ഈ ഘട്ടത്തിൽ ചോദ്യം ചോദിക്കാൻ സ്പീക്കർ അവസരം നൽകിയില്ല. ഇത് സംബന്ധിച്ച് ചോദ്യം ഉയർന്നപ്പോൾ സീറ്റിൽ പോയിരുന്നാൽ മാത്രമേ മൈക്ക് ഓൺ ചെയ്യൂവെന്ന് സ്പീക്കർ നിലപാടെടുത്തു. ഇതോടെ പ്രതിപക്ഷ നേതാവ് ഇടപെട്ട് പ്രതിപക്ഷ അംഗങ്ങളോട് സീറ്റുകളിലേക്ക് മടങ്ങാൻ ആവശ്യപ്പെട്ടു. എന്നാൽ മാത്യു കുഴൽനാടൻ സ്പീക്കറുടെ ഡയസിന് മുന്നിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നിന്നു. പ്രതിപക്ഷവും ഭരണപക്ഷവും വാക്പോരിലേക്ക് നീങ്ങുന്നതിനിടെയാണ് പ്രതിപക്ഷത്തെ നോക്കി ആരാണ് പ്രതിപക്ഷ നേതാവ് എന്ന ചോദ്യം സ്പീക്കർ ചോദിച്ചത്. അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻസ് ആക്കി മാറ്റി. സ്പീക്കറുടെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട ഒരാളാണ് ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റിൽ ചെന്നിരുന്ന് ഈ സ്റ്റാർഡ് ക്വസ്റ്റ്യൻസ് ആകേണ്ടത് അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻസ് ആക്കി മാറ്റിയത്. നിയമസഭയിൽ ഞങ്ങൾക്ക് ചോദിക്കാനുള്ള അവകാശങ്ങളാണ് ഒരു കാലത്തും ഇല്ലാത്ത തരത്തിൽ പച്ചയായി നിഷേധിക്കപ്പെട്ടത്. 49 ചോദ്യങ്ങൾ. അതുമായി ബന്ധപ്പെട്ടാണ് സഭയിൽ ബഹളമുണ്ടായത്. ആ ബഹളമുണ്ടായപ്പോൾ സ്പീക്കർ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ അനാദരവോടുകൂടി സംസാരിച്ചു. അതിന് ഞാൻ തിരിച്ചു പറഞ്ഞു, ഒരു സ്പീക്കറും ആ കസേരയിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. എന്താ പറഞ്ഞതിൽ തെറ്റ്? ഏതെങ്കിലും സ്പീക്കർ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും സ്പീക്കർ ഇങ്ങനെ ചോദിച്ചുള്ള അവകാശങ്ങളാണ് ഒരു കാലത്തും ഇല്ലാത്ത തരത്തിൽ പച്ചയായി നിഷേധിക്കപ്പെട്ടത്. 49 ചോദ്യങ്ങൾ. അതുമായി ബന്ധപ്പെട്ടാണ് സഭയിൽ ബഹളമുണ്ടായത്. ആ ബഹളമുണ്ടായപ്പോൾ സ്പീക്കർ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ അനാദരവോടുകൂടി സംസാരിച്ചു. അതിന് ഞാൻ തിരിച്ചു പറഞ്ഞു, ഒരു സ്പീക്കറും ആ കസേരയിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. എന്താ? ഇതിൽ കുപിതരായ പ്രതിപക്ഷം ബഹളം തുടർന്നു. അതിനിടെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ സ്പീക്കറുടെ ചോദ്യം അപക്വമെന്നും സ്പീക്കർ പദവിക്ക് അപമാനമാണ് എന്നും വിമർശിച്ചു. പിന്നാലെ പ്രതിപക്ഷം ചോദ്യോത്തരവേള ബഹിഷ്കരിച്ചു. പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്തി മന്ത്രി M.B. രാജേഷും മുഖ്യമന്ത്രിയും രംഗത്ത് വന്നു. പ്രതിപക്ഷ നേതാവിന് അഹങ്കാരമെന്ന് മന്ത്രി കുറ്റപ്പെടുത്തി. പ്രതിപക്ഷ നേതാവ് ആര് എന്ന ചോദ്യം ചോദിച്ചത് എന്നും സ്പീക്കർക്കെതിരെ പ്രതിപക്ഷ നേതാവ് നടത്തിയ പരാമർശങ്ങൾ രേഖകളിൽ നിന്ന് നീക്കുമെന്നും സ്പീക്കർ വ്യക്തമാക്കി. ADGP അജിത് കുമാറിനെ ചുമതലയിൽ നിന്ന് മാത്രം മാറ്റിയതുകൊണ്ട് പ്രശ്നം അവസാനിക്കില്ല എന്നും തൃശൂർ പൂരമടക്കമുള്ള വിഷയങ്ങളിൽ വിശദമായ അന്വേഷണവും അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളും ഇതിന്റെ ഭാഗമായി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നും CPI നേതാവും തൃശൂരിലെ ഇടതുപക്ഷ മുന്നണിയുടെ ലോക്സഭാ സ്ഥാനാർത്ഥിയുമായിരുന്ന സുനിൽകുമാർ. ഇടതുപക്ഷ സർക്കാരിന് യോജിക്കാത്ത നിലപാടാണ് ആ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന് സുനിൽകുമാർ പറഞ്ഞു. CPI വളരെ ശക്തമായ രാഷ്ട്രീയ അഭിപ്രായം പറഞ്ഞു. എന്നാൽ ഏതെങ്കിലും തരത്തിൽ സമ്മർദ്ദം ഉപയോഗിക്കാറില്ല. നിലപാടാണ് പറയുന്നത്. മുഖ്യമന്ത്രി എടുത്ത സമീപനം അന്വേഷണം നടത്തി മാത്രമേ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കൂ എന്നാണ്. അതിനോട് യോജിക്കുന്നു. റിപ്പോർട്ട് ഇന്നലെ മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുകയും ഞായറാഴ്ചയായിട്ട് പോലും ADGPയെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റുകയും ചെയ്തു. RSSനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുക എന്നതായിരിക്കണം കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ. RSSുമായി കൂടിക്കാഴ്ച നടത്തിയതിൽ ADGPയെ മാറ്റണമെന്ന് CPIയുടെ മാത്രം ആവശ്യമല്ല എന്നും സുനിൽകുമാർ പറഞ്ഞു. ADGP M.R. അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കിക്കൊണ്ടുള്ള ഉത്തരവിൽ കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി ഒപ്പുവെച്ചത്. എന്നാൽ പോലീസ് ബറ്റാലിയന്റെ ചുമതല തുടരും. ADGP M.R. അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് സായുധ പോലീസ് ബറ്റാലിയനിലേക്ക് സ്ഥലം മാറ്റി എന്നാണ് സർക്കാർ വാർത്താക്കുറിപ്പ്. ഇന്റലിജൻസ് ADGPയും മനോജ് എബ്രഹാമിനെ ക്രമസമാധാന ചുമതലയുള്ള ADGPയായി മാറ്റി നിയമിച്ചു.
ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയ നടപടിയിൽ CPIയുടെ ആവശ്യം നിറവേറ്റപ്പെട്ടിരിക്കുന്നു എന്ന പ്രതികരണവുമായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ഇത് LDF രാഷ്ട്രീയത്തിന്റെ വിജയമാണിയെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയത് വെറും പ്രഹസനമാണ് എന്നും നടപടിയിൽ തൃപ്തിയില്ല എന്നും ഇന്ന് നിയമസഭയിൽ കാണാമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞിരുന്നു. നിയമസഭാ സമ്മേളനം ചേരാനിരിക്കെ പ്രതിപക്ഷത്തെ പേടിച്ചാണ് അത്തരമൊരു നടപടിയെടുത്തത് എന്നും ഇത് കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമാണ് എന്നും ഏത് കാര്യത്തിനാണ് ഇപ്പോഴത്തെ നടപടിയെന്ന് അറിയണമെന്നും സതീശൻ പറഞ്ഞിരുന്നു. ഇതിനെ ശിക്ഷാ നടപടി എന്ന് വിളിച്ചാൽ നാണക്കേടാണ് എന്നും ADGPക്കെതിരായ നടപടി മുഖ്യമന്ത്രിയുടെ രക്ഷാപ്രവർത്തനമാണ് എന്നും KPCC പ്രസിഡന്റ് K സുധാകരൻ. ഒട്ടും ആത്മാർത്ഥതമില്ലാത്ത നടപടിയാണിത് എന്നും നിയമസഭ തുടങ്ങുമ്പോൾ പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങളിൽ നിന്ന് തടിതപ്പാനും പുകമറ സൃഷ്ടിക്കാനുമുള്ള ചട്ടപ്പടി നടപടി മാത്രമാണിത് എന്നും സുധാകരൻ ആരോപിച്ചു. മുന്നണിക്കകത്തു നിന്നും പ്രതിപക്ഷത്തു നിന്നും ജനങ്ങളിൽ നിന്നും കനത്ത സമ്മർദ്ദം വന്നപ്പോൾ വേറെ വഴിയില്ലാതെ സ്വന്തം തടി രക്ഷിക്കാനാണ് മുഖ്യമന്ത്രി ADGP അജിത് കുമാറിനെ ക്രമസമാധാന പാലന ചുമതലയിൽ നിന്നും മാറ്റിയത് എന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല. ഇപ്പോൾ നൽകിയിരിക്കുന്നത് വെറുമൊരു ട്രാൻസ്ഫർ മാത്രമാണ് എന്നും അല്ലാതെ ഇതിനെ നടപടി എന്ന് പോലും വിളിക്കാനാവില്ല എന്നും ഇത് വെറും കണ്ണിൽ പൊടിയിടൽ പരിപാടിയാണ് എന്നും ചെന്നിത്തല ആരോപിച്ചു. അജിത് കുമാറിന്റെ തലയിൽ നിന്ന് ആ തൊപ്പി ഊരിക്കും എന്ന് പറഞ്ഞവന്റെ പേര് അൻവർ എന്ന CPMA എന്ന ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റിട്ടുകൊണ്ടാണ് ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിക്കൊണ്ടുള്ള സർക്കാർ നടപടിയിൽ നിലമ്പൂർ MLA PV അൻവർ പ്രതികരിച്ചത്.